ഇറാനെയും ഹൂതികളെയും തീർക്കാനുള്ള അവസാനവട്ട ശ്രമത്തിൽ ഇസ്രായേലും അമേരിക്കയും. കഴിഞ്ഞ മണിക്കൂറിൽ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ എൻവോയി സ്റ്റീവ് വിറ്റ്ഹോക്ക് ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും സംയുക്ത മീറ്റിംഗ് നടന്നിരിക്കുന്നു. ഇറാനെയും ഇറാന്റെ പ്രധാനപ്പെട്ട പ്രോക്സിയായ ഹൂതികളെയും തീർക്കാനുള്ള അവസാന തീരുമാനത്തിലെത്തിയിരിക്കുന്നു ഇസ്രായേലും അമേരിക്കയും. ജനുവരി 20 എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ദിവസമാണ്. ഈ ജനുവരി മാസം 20-നാണ് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അധികാരമേൽക്കുന്നത്. വൈറ്റ് ഹൗസിൽ താൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുൻപ് നിലവിൽ ലോകത്ത് നടക്കുന്ന മുഴുവൻ യുദ്ധങ്ങളും അവസാനിപ്പിക്കുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാനുള്ള വമ്പൻ നീക്കത്തിലാണ് ട്രംപും സംഘവും. അതിനുവേണ്ടിയുള്ള പലതരത്തിലുള്ള ഇടപെടലുകൾ ഇതിനകം ട്രംപും സംഘവും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. അതിന് കാരണം ഇറാനാണെന്നും ഇറാനും ഹൂതികളും ചേർന്നുള്ള ഒരു സംയുക്ത സഖ്യമാണ് ഹമാസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നതെന്നും അമേരിക്ക കണക്ക് കൂട്ടുന്നു. അതുമാത്രവുമല്ല, ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ശക്തമായി ഉണ്ടാവുകയാണ്. ഇസ്രായേലിനെതിരെ മാത്രമല്ല, ചെങ്കടലിലെയും ഏതൻ കടലിടുക്കിലൂടെയും കടന്നു പോകുന്ന അമേരിക്കയുടെ ചരക്ക് വാഹനങ്ങളെ, അമേരിക്കയുമായി ബന്ധമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ചരക്ക് വാഹനങ്ങളെ, എന്തിനേറെ പറയുന്നു അമേരിക്കയുടെ ക്രൂയിസ് വാർഷിപ്പുകളെ അടക്കം ഹൂതികൾ ആക്രമിക്കുകയാണ്. ഇതിന് ഒരു അന്ത്യം വേണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. അതിന് മുന്നോടിയായി ഹൂതികൾക്കെതിരെ ശക്തമായ ആക്രമണം സംഘടിപ്പിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന്. 2 ദിവസം മുമ്പാണ് ഹൂതികൾക്കെതിരെ യമനിലേക്ക് അതിശക്തമായ ആക്രമണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സേന നടത്തിയത്. സനയിലേക്ക് അമേരിക്കൻ സേന ശക്തമായ വ്യോമാക്രമണം നടത്തിയപ്പോൾ ഹുദൈദ അടക്കം റാസിസ അടക്കമുള്ള തുറമുഖങ്ങളിലേക്കായിരുന്നു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ആക്രമണം. ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ 20ഓളം ഫൈറ്റർ ജെറ്റുകൾ പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. 26 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 56ലധികം സ്ട്രൈക്കുകൾ ഇസ്രായേലി സേന നടത്തി. ഹുദൈദയിലും റാസിസ അടക്കമുള്ള തുറമുഖങ്ങളിലും ശക്തമായ നാശനഷ്ടങ്ങളാണ് ഇസ്രായേലി സേനയുടെ ആക്രമണത്തിലുണ്ടായത്. അത് ഇറാനുള്ള വമ്പൻ മുന്നറിയിപ്പായിരുന്നു. ഇതിന് പിന്നാലെ ഇറാൻ വൻതോതിലുള്ള സൈനിക വിന്യാസങ്ങളും സൈനിക അഭ്യാസ പ്രകടനങ്ങളും നടത്തുന്നതായുള്ള വാർത്തകളും പുറമേ വന്നു. ടെഹ്റാനിലടക്കം 1,00,000-ലധികം സൈനികരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഇറാൻ നടത്തിയത്. ഇത് ഇസ്രായേലിനുള്ള മുന്നറിയിപ്പാണെന്നും ഇസ്രായേലി സൈനികർക്ക് കൺതുറന്ന് കാണാനുള്ള അവസരമാണെന്നും ആയത്തുള്ള അലി ഖമീനി പിന്നീട് പ്രതികരിച്ചിരുന്നു. മസൂദ് പെഷസ്കിയാൻ അടക്കമുള്ള ഇറാന്റെ നേതാക്കന്മാർ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് തങ്ങൾ നടത്തുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിന് സമീപം വൻതോതിലുള്ള ആയുധ അഭ്യാസ പ്രകടനങ്ങളും ഇസ്രായേൽ നടത്തുകയുണ്ടായി. ഇസ്രായേലിൻ്റെ വ്യോമസേന വൻതോതിലുള്ള ആയുധ അഭ്യാസ പ്രകടനം നടത്തി. ഇതുകൂടാതെ സർഫസ് ടു സർഫസ് മിസൈലിൻ്റെ പരീക്ഷണവും നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിന് സമീപം നടത്തി. ഇതിന് പിന്നാലെയാണ് റിസ്വാൻ കമാക്കാസി ഡ്രോണുകളുടെ ഒരു പരീക്ഷണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടത്. ഏറ്റവും ആധുനികമായി ഇറാൻ കണ്ടുപിടിച്ച ഒരു ഡ്രോൺ തന്നെയാണ് റിസ്വാൻ ഡ്രോണുകൾ. ആധുനികമായ ഡ്രോണാണ്. വൻതോതിലുള്ള സ്ഫോടക വസ്തു ശേഖരിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ്. നല്ല വേഗത്തിൽ മുൻപോട്ട് പോകാൻ ശേഷിയുള്ള ഡ്രോണുകളാണ്. റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ പ്രത്യേക കഴിവുള്ള ഡ്രോണുകളാണ് റിസ്വാൻ ഡ്രോണുകൾ. ആ റിസ്വാൻ ഡ്രോണുകളുടെ പരീക്ഷണ പറക്കൽ തന്നെ ഇറാൻ നടത്തിയെന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇത്തരത്തിൽ തങ്ങളുടെ ആയുധ ശേഖരത്തിലുള്ള പ്രധാനപ്പെട്ട ബ്രഹ്മാസ്ത്രങ്ങളെ മുഴുവൻ പുറത്തെടുക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഇസ്രായേലിനുള്ള മുന്നറിയിപ്പെന്നാണ് ഇറാന്റെ അവകാശവാദം. അതേസമയം ഇസ്രായേലും അമേരിക്കയുമാകട്ടെ ഇതിനെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് കണക്കാക്കുന്നത്. അതേസമയം ഇറാന്റെ ഓരോ ആയുധ പരീക്ഷണങ്ങളെയും കുറിച്ച് കൃത്യമായ ബോധ്യവും വിവരവും ഇസ്രായേലിനുണ്ട്. ഇറാനിലെ ടെഹ്റാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ മൊസാദിൻ്റെ ചാരന്മാർ കൃത്യമായി നിരീക്ഷണം നടത്തുന്നുമുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇറാൻ ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ നിമിഷം തങ്ങളുടെ ആണവായുധ ശേഖരം പുറത്തെടുക്കാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. ഇസ്രായേൽ ആണവായുധത്തിൽ കൈവച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രകോപനമുണ്ടായാൽ ഇറാനെതിരെ മറ്റൊന്നും ചിന്തിക്കേണ്ട, ആണവായുധം പ്രയോഗിക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് അമേരിക്ക ഇസ്രായേലിന് നിലവിൽ നൽകിയിരിക്കുന്നത്.
ഇറാന്റെ പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി നൽകുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇറാൻ നേരത്തെ 2 തവണ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരുന്നു. ആ 2 തവണയും ഇസ്രായേൽ നൽകിയത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ്. ഒക്ടോബർ മാസം 26-ാം തീയതി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നാകമാനം തകർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുമാത്രവുമല്ല, ഇറാന്റെ ആകാശത്ത്, ടെഹ്റാന്റെ ആകാശത്ത് നിലയുറപ്പിച്ച ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ ഡ്രോൺ ഫാക്ടറിയെ, ഇറാന്റെ ബേസ് ക്യാമ്പിനെ, ഇറാന്റെ സൈനിക ക്യാമ്പുകളെ, മിസൈൽ നിർമ്മാണ യൂണിറ്റുകളെ ഒക്കെ തന്നെ ആക്രമിച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ സേന ലക്ഷ്യമിട്ടിരുന്നു. ഇറാന്റെ എണ്ണപ്പാടങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളും ഇസ്രായേൽ സേന ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ അവയൊന്നും തന്നെ ആക്രമിക്കാതെ തിരിച്ചു മടങ്ങുകയായിരുന്നു ഇസ്രായേൽ സേന ചെയ്തത്. അതിന് കാരണമുണ്ട്. കാരണം തൊട്ടു മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അപേക്ഷിച്ചത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത്, ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത്, ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കരുത്. ഇതുമാത്രമാണ് അമേരിക്ക എന്ന രാജ്യം ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്നത്തെ ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ആ ആക്രമണത്തിന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവന വളരെ നിർണായകമായിരുന്നു. ഇറാനിലെ എല്ലാ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളും ഞങ്ങളുടെ റഡാറിലുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അതിനെ ആക്രമിച്ച് ഞങ്ങൾക്ക് നശിപ്പിക്കാമായിരുന്നു. എന്നാൽ ഞങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയ വാക്ക് പാലിക്കുകയാണ്. ഇനിയും പ്രകോപനം തുടർന്നാൽ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളായിരിക്കും. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കൂ എന്ന്. താൻ അധികാരമൊഴിയുന്ന ജനുവരി 20-ന് മുൻപ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഒന്നാകമാനം തകർന്നിരിക്കണം, ഇറാനിലെ ആണവശാലകൾ തകർന്നിരിക്കണം, ഇറാന്റെ ആണവ നിർമ്മാണ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ തകർന്നിരിക്കണം. ഇതാണ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടത്. 26 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 56-ലധികം സ്ട്രൈക്കുകൾ ഇസ്രായേൽ സേന നടത്തി. ഹുദൈദയിലും റാസിസ അടക്കമുള്ള തുറമുഖങ്ങളിലും ശക്തമായ നാശനഷ്ടങ്ങളാണ് ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിലുണ്ടായത്. അത് ഇറാനുള്ള വമ്പൻ മുന്നറിയിപ്പായിരുന്നു. ഇതിന് പിന്നാലെ ഇറാൻ വൻതോതിലുള്ള സൈനിക വിന്യാസങ്ങളും സൈനിക അഭ്യാസ പ്രകടനങ്ങളും നടത്തുന്നതായുള്ള വാർത്തകളും പുറമേ വന്നു. ടെഹ്റാനിലടക്കം 100,000-ലധികം സൈനികരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഇറാൻ നടത്തിയത്. ഇത് ഇസ്രായേലിനുള്ള മുന്നറിയിപ്പാണെന്നും ഇസ്രായേലി സൈനികർക്ക് കൺ തുറന്ന് കാണാനുള്ള അവസരമാണെന്നും ആയത്തുള്ള അലി ഖമീനി പിന്നീട് പ്രതികരിച്ചിരുന്നു.